ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ഡയറ്റിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഞാൻ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 10-11 മണി ആയപ്പോഴത്തേക്ക് ഞാൻ കോൺഫ്ലവർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അത് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തണ്ട് പോലത്തുള്ള സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ നമ്മുടെ ചോളത്തിൻ്റെ പൊടിയില്ലേ, അതും വേണം കേട്ടോ. അതും കൂടെ വേണം. പക്ഷേ അതിപ്പോൾ എനിക്ക് തീർന്നു പോയി, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമ്മളത് വേറെ പാത്രത്തിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ വേറെ പാത്രം എടുത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് അതിനകത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊടുപുഴയാണ് സ്ഥലം. ഒരു 2-3-4 പുലി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. കുറേ മൃഗത്തെയൊക്കെ ആട്, പട്ടി, അതുപോലെ തന്നെ നമ്മുടെ കുറുക്കനെയൊക്കെ പിടിച്ച് കഴിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അതിനെ പിടിച്ചിട്ടില്ല. കെണിയൊക്കെ വെച്ചിട്ടും അതിനെ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനിയിപ്പം മയക്ക് വെടി വെക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു കുരങ്ങ് വന്ന് ഭയങ്കര ഇതാണ്. കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരണം. കാരണം ഇതുപോലത്തെ സ്ഥലത്ത് കാട് പോലും അല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഹൈവേ റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്നിട്ടും വന്നു. അതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും വാർത്തയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സോസും കൂടി വെച്ച് ഇതാക്കി കുറച്ച് സോസും കൂടി വെച്ചിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ആ ചോളത്തിൻ്റെ പൊടിയും കൂടി ഉണ്ടാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലിക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പോമറൈൻ, ഇതിപ്പറ്റ ഒരു ഡോഗാണ് കേട്ടോ. നല്ല സ്നേഹം കൊണ്ട് 2 പേരുണ്ട് കേട്ടോ. ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതുകൊണ്ട് നേരത്തെ പെട്ടെന്ന് വീട്ടിൽ കയറാൻ നോക്കൂ കേട്ടോ. ഇങ്ങനെ പുലി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൂച്ചയും പട്ടി ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. പുറത്തൊക്കെ ഇറക്കി വിടാൻ ഭയങ്കര പേടിയാണ്. പകലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വൈകിട്ടൊക്കെ ആകുമ്പം ഇപ്പം ഞങ്ങളുടെ ഒരു വീടിൻ്റെ അടുത്തൊരു എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പുലി ഇന്നലെ ചെന്നിട്ട് പട്ടിനെ പിടിക്കാൻ നോക്കി. പിന്നെ ആൾക്കാരെല്ലാം കണ്ട് കാറ് കൂകിയോണ്ട് പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഫയർഫോഴ്സൊക്കെ വന്നിട്ട് എങ്ങനെ നോക്കിയിട്ട് പിടിക്കാൻ പറ്റിയില്ല. പുലിയുടെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊടുപുഴ കരിങ്ങുന്ന ഏരിയയിലുള്ളവർക്ക് എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ നോക്കാം. പിന്നെ രാത്രി ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് സൈനിങ് ഓഫ്. പിന്നെ